കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ. ലീഗിന്റെ ശക്തമായ നിലപാടാണ് സതീശനെ തുണച്ചത്. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് കെ.സി. വേണുഗോപാൽ അറിയിച്ചു. അതേസമയം ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ ചെന്നിത്തല പ്രതിഷേധത്തിലാണ്. ദേശീയ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. KPCC ആസ്ഥാനത്തെത്തിയ വി.ഡി. സതീശന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് അമ്പാടി, ഇന്ദിരാഭവനിൽ നിന്ന് KB ശ്യാമപ്രസാദ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്യാമപ്രസാദിലേക്ക് പോകാം. ശ്യാമപ്രസാദ്, ഇപ്പോൾ എന്താണ് ഇന്ദിരാഭവനിലെ ആഘോഷങ്ങൾ? എങ്ങനെയാണ്? നേതാക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല അവിടെ ഇല്ല. തലസ്ഥാനം വിട്ട് ചെന്നിത്തല ഗുരുവായൂരിലേക്കുള്ള യാത്ര തുടങ്ങി എന്ന് മനസ്സിലാക്കുന്നു. ഹരിപ്പാട്ടെ വീട്ടിലേക്ക് പോയതിനു ശേഷം ഒരുപക്ഷെ ഗുരുവായൂരിലേക്ക് പോകുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? നീലിമ, മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം നേരെ വി.ഡി. സതീശൻ ഇങ്ങോട്ടേക്കാണ് എത്തിയത്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്കാണ് എത്തിയത്. മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷം അദ്ദേഹം KPCC അധ്യക്ഷനുമായി ഇപ്പോൾ സണ്ണി ജോസഫുമായി അകത്ത് കൂടിക്കാഴ്ച നടത്തുകയാണ്. അടച്ചിട്ട മുറിയിലാണ് ഈ കൂടിക്കാഴ്ച ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. വി.ഡി. സതീശൻ ഇവിടേക്ക് കന്റോൺമെൻറ്റ് ഹൗസിൽ നിന്നും ഇവിടേക്ക് എത്തിയപ്പോഴും പ്രവർത്തകരുടെ ആവേശം വാനോളമായിരുന്നു. പ്രവർത്തകർ വളരെ വലിയ വരവേൽപ്പ് നൽകിക്കൊണ്ട് തന്നെയായിരുന്നു KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ്റെ ഉള്ളിലേക്ക് വി.ഡി. സതീശനെ ആനയിച്ചു കൊണ്ടുപോയത്. തുടർന്ന് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളും KPCC അധ്യക്ഷന്മാരുമായി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. അടച്ചിട്ട മുറിയിലാണ് ഈ കൂടിക്കാഴ്ച തുടരുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ പുറത്തും ഇത്തരത്തിൽ വലിയ ആവേശത്തോടു കൂടി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ നിയമസഭാ കക്ഷി യോഗത്തിലേക്കാണ് സതീശൻ പോകുക. അതിനു മുമ്പായിട്ട് മുതിർന്ന നേതാവ് AK ആന്റണി അടക്കമുള്ളവരെ ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തും. VM സുധീരനുമായി ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വി.ഡി. സതീശൻ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരികയും പ്രവർത്തകരുടെ ഒരു സ്വീകരണം, ആ സ്വീകരണത്തിന് പിന്നാലെയായിരിക്കും പ്രധാനമായും AK ആന്റണിയും VM സുധീരൻ അടക്കമുള്ള നേതാക്കളെ കാണുന്നതിനായി അദ്ദേഹം പോവുക. അതിനുശേഷമായിരിക്കും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനായും ഇവിടെ നിന്ന് പോകുക. എന്തായാലും ഇന്നിവിടെ തങ്ങി നാളെ കൊച്ചിയിലേക്ക് പോവുകയും അവിടെ വലിയ വരവേൽപ്പ് തന്നെയാണ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വി.ഡി. സതീശൻ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ദിരാഭവൻ വീണ്ടും അന്ന് റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് മുങ്ങി നിൽക്കുന്ന ഈ ഒരു ഇന്ദിരാഭവൻ ഇപ്പോൾ വലിയ ആഘോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ എല്ലാം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഓക്കെ ശ്യാമപ്രസാദ്, രഞ്ജിത്ത് അമ്പാടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. രഞ്ജിത്ത്, അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിക്കുകയാണ്. ഈ 11 ദിവസം എടുത്ത് വി.ഡി. സതീശനെ ഇത്തരത്തിൽ തീരുമാനിച്ചതിന് പിന്നിലുള്ള അന്തർനാടകങ്ങളെല്ലാം വളരെ കൃത്യമായി പുറത്തു വരികയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും കീഴടങ്ങുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ 11 ദിവസം ഒന്നും വേണ്ട. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കണമെങ്കിൽ ഇത്രയും ദിവസത്തിൻ്റെയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ആ അജണ്ട കോൺഗ്രസിന് മേൽ പിടിമുറുക്കുകയും ഹൈക്കമാൻഡ് അതിൽ വീണുപോകുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം. അങ്ങനെയല്ലേ ഈ സ്ഥിതിവിശേഷത്തെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്? നീലിമ, 102 സീറ്റോടുകൂടി അധികാരത്തിലെത്തിയ ഒരു മുന്നണി സംവിധാനത്തെ സംബന്ധിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ച് 63 സീറ്റുകൾ കോൺഗ്രസിനുള്ളപ്പോൾ. അപ്പോൾ ഒരു സ്ഥാനത്തേക്ക്, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ക്ലെയിമല്ല 3 പേർ അവകാശവാദം ഉന്നയിച്ചു എന്നിടത്താണ് ഇത്രയും ദിവസം 11 ദിവസം ഈ മുഖ്യമന്ത്രി ചർച്ച നീണ്ടുപോകാനുള്ള കാരണം. അതുവരെ കളത്തിലില്ലാതിരുന്ന എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ച KC വേണുഗോപാൽ, ആ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ, ദേശീയ നേതൃത്വത്തിൻ്റെ അനുഗ്രഹങ്ങൾ KC വേണുഗോപാലിനുണ്ടായിരുന്നു. MLA-മാരെ വിലക്കെടുക്കാനുള്ള സാമ്പത്തിക ശേഷി KC വേണുഗോപാലിനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ അനുകൂല ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി KC വേണുഗോപാൽ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതാണ്. എന്നാൽ അവിടെയാണ് ലീഗിൻ്റെ നിലപാട് വളരെ പ്രധാനമായത്. ലീഗ് തുടക്കം മുതൽ തന്നെ വി.ഡി. സതീശന് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചു. ആദ്യമായി മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ചൊരു പരസ്യമായ പ്രതികരണം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സാദിഖ് അലി തങ്ങൾ തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നതിനൊരു കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരം മാനിക്കണം. 23% ജനങ്ങൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ജനവികാരത്തെ മാനിക്കുന്ന ഒരു തീരുമാനമായിരിക്കും കോൺഗ്രസ് നിന്നുണ്ടാകുക എന്ന ഒരു പ്രതികരണമാണ് സാദിഖ് അലി തങ്ങൾ നടത്തിയത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു, അന്ന് സാദിഖ് അലി തങ്ങളും ലീഗും വി.ഡി. സതീശനോടൊപ്പം ആയി മാറി.
ചെന്നിത്തല ഈ മത്സരത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ചെന്നിത്തലയെ പിന്തുണയ്ക്കാനൊന്നും ആരും രംഗത്ത് വന്നിരുന്നില്ല. എന്നാൽ കാര്യങ്ങൾ കുറെ കൂടി ദിവസങ്ങൾ കടന്നതോടെ അടുത്ത ദിവസങ്ങളിലേക്ക് എത്തിയതോടുകൂടി കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും തമ്മിലുള്ള മത്സരം കൂടുതൽ ശക്തമായി. അതിൽ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പൊടുന്നനെ, സാധാരണ അത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുന്ന ആളല്ല ജി സുകുമാരൻ നായർ, വല്ലപ്പോഴും അത് വർഷത്തിൽ 1, 2 അല്ലെങ്കിൽ തവണ മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. അതും NSS ജനറൽ സെക്രട്ടറിക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാൻ വേണ്ടി മാത്രം. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി NSS ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നു. അവിടെ പറഞ്ഞത് ലീഗ് അനാവശ്യമായി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു, ലീഗ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നു, ഇത് ശരിയായ നടപടിയല്ല, ലീഗിൻ്റെ ഈ അപ്രമാദിത്യം അവസാനിപ്പിക്കണം. ഇത് പറഞ്ഞത് NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. 2 കാര്യങ്ങളുണ്ട്. NSSന്റെ ജനറൽ സെക്രട്ടറി മുൻപത്തെ ദിവസം പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതാണ് നല്ലത്. അപ്പോൾ NSSന്റെ നോമിനി ചെന്നിത്തലയാണ്. ആ NSS തന്നെ കഴിഞ്ഞ ദിവസം ലീഗിനെതിരെയും വി.ഡി. സതീശനെതിരെയും പ്രതികരിച്ചു. ഇതോടുകൂടി രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി. ഇനി തങ്ങൾ മുന്നോട്ട് വച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണ്ട എന്ന് ലീഗ് ഒന്നടങ്കം തീരുമാനിച്ചു. ഇന്ന് രാവിലെ വരെ എനിക്ക് തോന്നുന്നു കെ.സി. വേണുഗോപാലിനായിരിക്കാം ഒരല്പമെങ്കിലും മുൻതൂക്കമുണ്ടായത്. ഇതിനുശേഷമാണ് മലപ്പുറത്ത് നിന്ന് ഹൈക്കമാൻഡിലേക്ക്, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ തന്നെ രാഹുലിനും ഫോൺ കോളുകൾ എത്തുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാകണം, ആ നിലപാടിൽ നിന്ന് ലീഗ് പിന്നോട്ടില്ല, മറിച്ചൊരു തീരുമാനമുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് വരുന്നു. ഇതോടുകൂടിയാണ് രാഷ്ട്രീയ സാഹചര്യം മാറിമറിഞ്ഞത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മറ്റൊരു കളിക്ക് കൂടി കെ.സി. വേണുഗോപാൽ മുതിർന്നു. അതായത് തനിക്കില്ലെങ്കിൽ വി.ഡി. സതീശനും വേണ്ട, രമേശ് ചെന്നിത്തലയുടെ പേര് കെ.സി. വേണുഗോപാൽ നിർദ്ദേശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ സ്വാഭാവികമായും അത് സംഭവിച്ചില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീപാദാസ് മുൻഷി, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു വാക്കാണ്. MLA മാർ അധികവും കെ.സി. വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞു, എന്നാൽ AICC വി.ഡി. സതീശനെ തീരുമാനിച്ചു. ഞാൻ അത് പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ദീപാദാസ് മുൻഷിക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്കും അതുപോലെ തന്നെ അജയ് മാക്കനും മുകുൾ വാസനിക്കുമൊക്കെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ കേരളത്തിലെ സവിശേഷമായ സാഹചര്യത്തിൽ ലീഗിൻ്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ലീഗ് മുന്നോട്ട് വച്ച ഒരാളെ, ടീം UDFൻ്റെ നായകൻ തന്നെ കേരളത്തെ നയിക്കട്ടെ എന്നൊരു മുദ്രാവാക്യമാണ് ലീഗ് മുന്നോട്ട് വെച്ചത്. ആ മുദ്രാവാക്യം വിജയിച്ചിരിക്കുന്നു. ലീഗിൻ്റെ മുന്നിൽ മുട്ടുമടക്കി എന്നൊക്കെ സ്വാഭാവികമായും നമുക്ക് പറയാം. പക്ഷേ ലീഗ് തുടക്കം മുതൽ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുകയാണ്. എന്തായാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു. അവിടെ തന്നെ അടി തുടങ്ങിയിരിക്കുന്നു. പല കോണുകളിൽ നിന്നായി ഓരോ നേതാക്കന്മാരെയും പിന്തുണച്ചുകൊണ്ടുള്ള ആളുകൾ പ്രതികരണങ്ങളുമായി വരുന്നു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് പറയുന്നു. ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചു. അദ്ദേഹം തലസ്ഥാനം വിട്ടു ഹരിപ്പാടേക്ക് പോകുമെന്ന് പറയുന്നു. അവിടെ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുമെന്ന് പറയുന്നു. കെ.സി. വേണുഗോപാൽ നാളെ തലസ്ഥാനത്തേക്ക് എത്തും. കെ.സി. വിഭാഗവും കടുത്ത പ്രതിഷേധത്തിലാണ്. ഒരു മോശക്കാരനായി കെ.സി. വേണുഗോപാലിനെ ചിത്രീകരിക്കാൻ ശ്രമമുണ്ടായി എന്ന തരത്തിൽ കെ.സിയെ പിന്തുണയ്ക്കുന്ന പഴകുളം മധുവും MM നസീറും അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും നാളെ വൈകുന്നേരം കണ്ടോൺമെൻറ് ഹൗസിൽ മുന്നണികളുടെ യോഗം ചേരുകയാണ്, ഘടകകക്ഷികളുടെ യോഗം ചേരുകയാണ്. മന്ത്രിസഭാ രൂപീകരണവുമായി മുന്നോട്ട് പോകാനാണ് വി.ഡി. സതീശൻ്റെ നീക്കം. ഇന്ന് വൈകുന്നേരം ഗവർണറെ കാണുന്ന വി.ഡി. സതീശൻ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള കത്തു കൈമാറുമെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം.